പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളെ ശുശ്രൂഷ എല്ലാവരും പങ്കെടുക്കത്ത് കാണുന്നതിലും ഇപ്പോൾ ശുശ്രൂഷയുടെ 30,000 സബ്സ്ക്രിപ്ഷൻ കൂടി വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ട്. പരിമിച്ച് നിങ്ങൾ നന്നായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ അർത്ഥം അത് വലിയൊരു സുവിശേഷ വേല ചെയ്യാൻ പ്രഭാതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരമാണത്. നമുക്ക് സുവിശേഷ വേലയെക്കുറിച്ച് ഇന്ന് കൂടുതൽ കേൾക്കാം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ, ഇന്നത്തെ ആവശ്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പോകാം. കർത്താവ്, ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ സാക്ഷ്യം പറയുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇതുപോലെ സാക്ഷ്യം പറയാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കണ്ടങ്ങളും ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് ജനുവരി 28-ാം തീയതിയായ ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം നിങ്ങളുടെ സഞ്ചാരങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങളെപ്പോലെ സമർപ്പിക്കുന്നു. കർത്താവ്, എല്ലാ മക്കൾക്കും നല്ല അനുഭവങ്ങൾ നൽകി നല്ല ദൈവസേവനം നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം പോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഓരോ പ്രാവശ്യം കർത്താവിന് വചനം പറയുന്ന കാലങ്ങൾ മാറി വരുമ്പോൾ നടപടി പുസ്തകത്തിന് 18:25 നീ സംസാരിക്കുന്നു. 17:25 നീ സംസാരിക്കുന്നു. കാലങ്ങൾ മാറി വരുമ്പോൾ കാലങ്ങൾ മാറിയെന്ന് വരുന്നതനുസരിച്ച് കൊണ്ട് ദൈവാനുഭവത്തിൻ്റെ പുതിയ അനുഭവ തലങ്ങളിലേക്ക് മികച്ച സ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ നീ കൈപിടിച്ച് നടത്തുന്നത് നിൻ്റെ ദൈവസേവകത്തിൻ്റെ പരിലാളനയായിട്ട് ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ പരിശുദ്ധ അമ്മ സൂക്ഷിച്ചിരുന്ന അതേ ഹൃദയ മൗനങ്ങൾ ഞങ്ങൾക്ക് ആസ്തിയായിട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഞങ്ങളെ ആവശ്യിക്കണം. കർത്താവ്, രോഗികളെ ഇപ്പോഴും ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം. രോഗികൾ ഈ പ്രാർത്ഥന കൊണ്ട് സൗഖ്യപ്പെടണം.
കർത്താവ് ജീവിത പ്രശ്നങ്ങളിലും പരാരാബ്ധങ്ങളിലും ഈ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ നേരിടുന്നവിടെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ തടസ്സങ്ങൾ വിട്ടുമാറിക്കൊണ്ട് കൈകാലുകളെ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം ചങ്ങലകൾ അഴിഞ്ഞു വീഴുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമാകണം. കർത്താവിനെ അറിയുന്നതനുസരിച്ച് സത്യം നിങ്ങൾ അറിയുകയും സത്യങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ അകമ്പടിയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളെ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി കർത്താവെ സുവിശേഷ മുന്നേറ്റം നടത്താൻ അവരുടെ മക്കളെ ആശീർവദികൾ പ്രാർത്ഥിക്കുന്നു. കുടുംബകലഹമുള്ളവരെ, കുടുംബത്തിൽ കേസിലിരിക്കുന്നവരെ, പറമ്പ് വിറ്റുമാറാത്തവരെ, അതുപോലെ സാമ്പത്തിക ബാധ്യതയുള്ളവരെ, കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ, ഇങ്ങനെ എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന കടകമ്പോളങ്ങളിലും വ്യാപാര വ്യവസായങ്ങളിലും ജീവിതയാത്രകളിലും ഏതിനെക്കുറിച്ചാണോ ആരെക്കുറിച്ചാണോ ഭയമുള്ളത്, ആ ഭയങ്ങളെല്ലാം യേശുക്രിസ്തുവിനെ പരിശുദ്ധ ഈ നിമിഷം വിട്ടുമാറട്ടെന്ന് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, കുരിശിൻ്റെ അടയാളത്തിൽ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ശക്തിപ്പെടട്ടെ. നിങ്ങൾ രാത്രി കിടന്നുറങ്ങുകയും ഇന്നലത്തെ ദിവസങ്ങളിലെ ദുഃഖാനുഭവങ്ങളെ അപ്പോൾ ഒരു മൂടൽ മഞ്ഞ് പോലെ നിങ്ങളുടെ ഹൃദയം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് കൊടുങ്കാറ്റ് നിന്നിലേക്ക് അടിക്കുകയും മേഘങ്ങൾ തുരത്തപ്പെടുകയും ചെയ്യുന്ന, നിങ്ങൾ സ്വതന്ത്രമാകുകയും ചെയ്യുന്ന സ്വതന്ത്ര ആത്മാവിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുവാനും കൃപയുടെ ശക്തി നിങ്ങൾ അനുഭവിക്കാൻ ഇടയാക്കണമേ. ഒന്നിനെയും ഭയപ്പെടാത്ത, ആരെയും കൂസാത്ത ഒരു ആത്മധൈര്യത്തിൻ്റെ മുന്നേറ്റം സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നിങ്ങളുടെ ജീവിതത്തിന് അവകാശം ഓഹരിയാകാൻ വേണ്ടി അമ്മ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ നീ ധന്യമാകട്ടെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ, നീ സൗഖ്യപ്പെടട്ടെ, നീ സ്നേഹത്വ നിർഭരമായ സുവിശേഷ സാക്ഷിയായി മാറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷ ഭാഗം നമുക്കറിയാം. വിശ്വാസത്തിന് പല പല നിലവാരങ്ങളുണ്ട്. ഇന്നത്തെ അനുദിന പ്രാർത്ഥന നിങ്ങൾ കേട്ടായിരുന്നു. ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഓരോ ദിവസവും തരുന്നത് വിശ്വാസ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ദൈവം തരുന്നത്. ആദ്യം ചിലരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ തന്നെയായിരിക്കും അവർ മരണം വരെ ജീവിക്കുന്നത്. ചില ആൾക്കാർ 4ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ട് ഒരു 4ാം ക്ലാസ് തൊട്ട് മരിച്ചു പോകത്തില്ലേ. 10, 75, 92 വയസ്സാകുമ്പോഴും പഴയ 4ാം ക്ലാസ് മരിച്ചു പോകും. അതുപോലെ തന്നെ വിശ്വാസത്തിലും ചില നമസ്കാരങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് ജീവിച്ച് ഒരു സഹോദരനെ പോലും സ്നേഹിക്കാതെ ആർക്കും സുവിശേഷം കൈമാറാതെ മരിച്ചു പോയ ആൾക്കാരെ കണ്ടിട്ടില്ലേ. ഞാൻ ഈ ദിവസങ്ങളിൽ 90-ലേറെ വയസ്സുള്ള ഒരാളെ കണ്ടു മരണത്തിന് പോയായിരുന്നു. അപ്പോൾ ഞാൻ ആ മരിപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ 90 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചിട്ട് ഈ മനുഷ്യൻ എന്ത് പ്രയോജനം? കുടുംബക്കാർക്ക് കുറച്ച്, അവരുടെ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായിരുന്നില്ലാതെ ആ ഒരു നൂറ്റാണ്ട് നശിച്ചു പോയി. സുവിശേഷം കൈമാറാതെ നശിച്ച്, സഹോദരങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാതെ നശിച്ച്, വിശ്വാസം കൈമാറാതെയും കാരുണ്യപ്പെടുത്താതെയും കർത്താവിൻ തിരുസന്നിധി ചെന്നിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ബാക്കിയുള്ളവരെന്തേ? ഈ തൊഴുത്തിൽപ്പെടാത്ത ആളുകളും എനിക്കുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ ആ ആദ്യമല്ലേ നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ പെടാത്തത് ആളുകളെയും കർത്താവിനെ അറിയിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? സുവിശേഷം ജീവിക്കാൻ വേണ്ട ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് വിശ്വാസത്തിന് പ്രഥമപാഠം പിന്നിടാൻ പറ്റുന്നൊരു വചനമാണ് വായിക്കുന്നത്. റോമ 10:17. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്റെ ചുരുക്കുന്ന വിശ്വാസം എവിടുന്നാ പറയണത്? കേൾവിയിൽ നിന്ന്. കേൾവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഡിയോ സെൻസേഷനാണ് അല്ലേ കേൾവി. അപ്പം നമുക്ക് അറിവ് കിട്ടണത് എങ്ങനെയാണ്? പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ്. പഞ്ചേന്ദ്രിയം എന്തുമാത്രമുണ്ട്? കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്, ത്വക്കുണ്ട് അല്ലേ? ഇതെല്ലാം പഞ്ചേന്ദ്രിയങ്ങളാണ്. അപ്പോൾ വിശ്വാസം നമുക്ക് ലഭിക്കണ കേൾവിയിൽ നിന്നാണ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്നറിയാവോ? ഈ കേൾവിക്കാരെ ഇന്ന് വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സാക്ഷ്യത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ളത് അതാണ്. നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ എന്ത് പറ്റും? മറ്റുള്ളവർക്ക് വിശ്വാസം കിട്ടുകയാണ്. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് വരെ നിന്നൊരു ദൈവാനുഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടായ അനുഭവങ്ങൾ നീ മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ സാക്ഷിയല്ല. നീ ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷിയാകാനാണ് കർത്താവ് പറഞ്ഞത്. ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ അതിർത്തികളെന്ന് പറയുന്നത് നമ്മൾ നടന്നെത്തുന്ന സ്ഥലം എവിടെ വെച്ച് നമ്മൾ മരിക്കുന്നു, അതാണ് നമ്മുടെ ഭൂമിയുടെ അതിർത്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണത്തിൽ ജീവിത അന്ത്യം വരെ നമ്മൾ സാക്ഷികളാകും. ഈശോ പറഞ്ഞൊരു വാക്ക് കേട്ടത് എന്ന് വെച്ചാൽ
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാക്ഷ്യമാണ്. അത് നമ്മുടെ അനുഭവങ്ങൾ, ദൈവാനുഭവങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കണം. ചില കണ്ടിട്ടില്ലേ, ബസ്സിലിരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉടമ്പടിയുടെ സാക്ഷ്യം പറഞ്ഞത്, ഞാൻ ബസ്സിൽ കയറുമ്പോൾ എൻ്റെ അടുത്തിരിക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്താ കാര്യം, എനിക്ക് ഈശോനെക്കുറിച്ച് അവരോട് പറയാൻ പറ്റുമല്ലോ എന്ന്. അപ്പം അങ്ങനെയാണ് മനുഷ്യർക്ക് ഇപ്പം ജീവിക്കണത്. അപ്പോൾ ഇതൊന്നുമില്ലാതെ, ഒരു വിശ്വാസ കൈമാറ്റവും ഇല്ലാതെ, ഒരു കാരുണ്യ പ്രവർത്തികളൊന്നും ഇല്ലാതെ, സാക്ഷ്യജീവിതം ഇല്ലാതെ നമ്മൾ 100 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഈ സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കണം. 2025 ജനുവരി മാസം തീരാൻ പോവുകയാണ്. അപ്പം സമയം എത്ര പെട്ടെന്നാണ് പോയത്, ഒരു മാസം പോയത് കണ്ടില്ലേ? അപ്പം സമയം നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷ്യജീവിതത്തിനായി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാമല്ലോ, സാക്ഷ്യജീവിതത്തിന് വേറെയും അർത്ഥങ്ങളുണ്ട്. കാര്യം നമ്മളെ പ്രതി നമ്മൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഒരു രോഗസൗഖ്യം നടത്തുകയോ ഒരു ദൈവാനുഭവം ഉണ്ടാകുകയോ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത്ഭുതത്തിനേക്കാൾ വലുതാണ് സുവിശേഷ കൈമാറ്റം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുവിശേഷ കൈമാറ്റത്തിൻ്റെ വേണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ സ്ഥിരീകരണത്തിന് അടയാളങ്ങൾ വേണം. അടയാളങ്ങളില്ലാത്ത സുവിശേഷ കൈമാറ്റം ചുമ്മാ പ്രസംഗം പോലെ ഇരിക്കും. ഈ പള്ളികളിലെ പല പ്രസംഗങ്ങൾക്കും വരുന്ന ഒരു സംഭവം, അതിന് അടയാളങ്ങളില്ലാതെ സുവിശേഷ കൈമാറ്റം മാത്രമാണ്. അതായത് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കണ്ടേ? കർത്താവ് അവരോട് സംസാരിക്കുകയും മർക്കോസിൻ്റെ 16:20 എടുത്ത് മർക്കോസ് 16:20 കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. വചനത്തിന് സ്ഥിരീകരണം വേണം, പ്രസംഗത്തിന് സ്ഥിരീകരണം വേണമെങ്കിൽ അടയാളങ്ങൾ വേണം. അല്ലെങ്കിൽ അതൊരു പ്രബന്ധം അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും. പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആത്മാക്കളെ വീണ്ടെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൃപാസനത്തിൽ നിരന്തര സാക്ഷ്യങ്ങളും, സാക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങളും, വചനത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാക്ഷ്യങ്ങളും, അടയാള സഹനവും സ്ഥിരീകരണ സഹനം നിങ്ങൾക്ക് നൽകുന്നത്. എന്തിനാണ്? അത് വിശ്വാസ കൈമാറ്റത്തിനാണ്. കാര്യം വിശ്വാസ കൈമാറ്റം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? വിശ്വാസികൾ നിങ്ങളെ വിട്ടുപോയതിൽ, നിങ്ങൾക്ക് അനുസരണപ്പെട്ടതിൽ നിങ്ങൾ അത്ഭുതപ്പെട്ട കാര്യമില്ല. കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചത് സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്ന കൊണ്ടും ആ ദൈവികമായ രഹസ്യം ശിശുക്കളായ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് ലൂക്കാ 10:20 വായിച്ചേ. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. എന്താ കാര്യം? ആ 72 പേരെ പറഞ്ഞയച്ച് കർത്താവിൻ്റെ സുവിശേഷ വേലയാണ് അവർ ചെയ്തത്. സുവിശേഷ വേല മാത്രമേ സ്വർഗത്തിൽ പേര് രേഖപ്പെട്ടുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കും, ദൈവാനുഭവങ്ങൾ ഉണ്ടായാലും നമ്മളുടെ പേരുകൾ കർത്താവിൻ്റെ കൈവെള്ളയിൽ എഴുതി വെക്കുന്നത്, ഹൃദയത്തിൽ എഴുതി വെക്കുന്നത് സുവിശേഷം കൈമാറുമ്പോഴാണ്. അത് മുഖ്യമായ ഒരു ലക്ഷ്യമായിട്ട് എടുക്കാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് പ്രത്യേകമായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.